ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് 13-ാം അധ്യായമാണ് നാം പഠനത്തിനും വിചിന്തനത്തിനുമായി നാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 13-ാം അധ്യായത്തിലെ ആ പ്രധാന പ്രമേയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ദൈവിക തൃത്വത്തിന് ഒരു പാരഡി ചിത്രമെന്ന പോലെ പൈശാചിക ത്രിമൂർത്തികളെ യോഹന്നാൻ അവതരിപ്പിക്കുന്നു. വ്യാളി, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതുപോലെ തന്നെ കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം. അപ്പോൾ ഈ മൂന്ന് തിന്മയുടെ പ്രതീകങ്ങളിലൂടെ തിന്മയുടെ സർവ്വഭാവങ്ങളെയും യോഹന്നാൻ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ചിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൃഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മൃഗം, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം കുഞ്ഞാടിൻ്റെ ഒരു പാരഡി ചിത്രമാണ്. അപ്പോൾ കുഞ്ഞാടിനെ അവതരിപ്പിക്കുന്നതിന് അതിന് സമാനമായിട്ടുള്ള വിധത്തിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ കുഞ്ഞാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് താനും. 13-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി, എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇപ്പോൾ മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ട മൃഗം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ക്രിയാപദം എസ്ഫാക് മെനോൺ, അറക്കപ്പെടുക, കൊല്ലപ്പെടുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കപ്പെടുക എന്നുള്ള പദം. അത് കുഞ്ഞാടിൻ്റെ വിവരണത്തിലുള്ളതാണ്. 5-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. അതേ പദം തന്നെയാണ് ഇവിടെയും ഗ്രന്ഥകാരൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന എന്താണ്? കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ പ്രതിയോഗിയാണ് ഈ മൃഗം എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. ഇപ്പം മാരകമായിട്ട് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടും അത് സുഖപ്പെട്ടു. ഇനി അതിന് ചില കാലികമായിട്ടുള്ള വിശദീകരണങ്ങളും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ മാരകമായിട്ട് മുറിവേൽപ്പിക്കപ്പെട്ടതും സുഖപ്പെടലുമൊക്കെ ജൂലിയസ് സീസർ വധിക്കപ്പെടുന്നതും അതിനുശേഷം റോമൻ സാമ്രാജ്യം ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വീണ്ടും നിലനിന്നതുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. അതുമല്ലെങ്കിൽ വേറെ ചിലർ നീറോ ചക്രവർത്തിയുമായിട്ടാണ് ബന്ധിപ്പിക്കുക. നമുക്കറിയാം, നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും അതേ തുടർന്നും റോമൻ സാമ്രാജ്യമൊന്നും തകർന്നു പോയില്ല. ആ റോമൻ സാമ്രാജ്യം പിടിച്ചു നിന്നു. അപ്പോൾ ക്രൂശിതനായ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ സാമ്രാജ്യവും വീണ്ടും പിടിച്ചു നിന്നു എന്ന് ആണ് ഇത് അർത്ഥമാക്കുന്നത് ചിലർ പറയുന്നു. മാത്രമല്ല, ഈ നീറോ ചക്രവർത്തി പിന്നീട് ഉയർത്തെഴുന്നേറ്റ് പാർത്തിയൻ സൈന്യത്തോടുകൂടെ എല്ലാവരെയും ആക്രമിക്കുവാനായിട്ട് വരും എന്നുള്ള ഒരു ഐതിഹ്യവും അക്കാലത്ത് നിലനിന്നിരുന്നു. ഇപ്പോൾ ഒന്ന് ആ നീറോ ചക്രവർത്തിയുടെ ആ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ നീറോ ചക്രവർത്തിയുടെ കാലത്താണല്ലോ റോമൻ പട്ടണം അഗ്നിക്കിരയാക്കപ്പെടുന്നത്. അപ്പോൾ അതിന് ബദൽ എന്ന പോലെ തന്നെ നമുക്ക് ഈ നഗരവും ബാബിലോൺ നഗരവും അഗ്നിക്കിരയാക്കപ്പെടുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഇനി നീറോയുടെ കാലത്ത് അവിടെ രക്തം ചിന്തപ്പെട്ടു, ദൈവജനത്തിൻ്റെ രക്തം ചിന്തപ്പെട്ടു. അതുപോലെ തന്നെ ഈ ബാബിലോണിൽ കാണുന്ന രക്തവും ദൈവജനത്തിൻ്റെ രക്തം തന്നെയാണ് എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ ചിലർ പറയുന്നു, ഈ മുറിവെന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണോത്ഥാനത്താൽ ഏൽപ്പിക്കപ്പെട്ട മുറിവാണ് എന്ന്. പിന്നീട് പറയുന്നു, ഈ മൃഗത്തിൻ്റെ 2-ാം വരവ് അത് തീർച്ചയായിട്ടും അതിൻ്റെ സമൂല നാശത്തിൽ തന്നെ കലാശിക്കുകയുള്ളൂ. അത് പിന്നീട് 17-ാം അധ്യായം മുതലുള്ള വിവരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി
ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോ? ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഈ ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സംസ്ഥാപനത്തിലാണ് എത്തിച്ചേരുന്നത്, അതിൻ്റെ പൂർത്തീകരണത്തിലാണ് എത്തിച്ചേരുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഇതിൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടുവെന്ന്. അപ്പം അതിനെക്കുറിച്ച് പറയുന്നത് റോമിൻ്റെ വളർച്ചയിലും അനേകർ ആശ്ചര്യപ്പെട്ടിരുന്നു. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും ഈ റോമ സാമ്രാജ്യം പിടിച്ചു നിൽക്കുന്നതും താഴ്ച വളരുന്നതുമൊക്കെ പലരിലും വലിയ ആശ്ചര്യമാണ് ഉളവാക്കിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതാപത്തിൽ, റോമിൻ്റെ പ്രതാപത്തിൽ ഭ്രമിച്ച് പലരും അതിന് പിന്നാലെ പോകുന്നു. പല രാജ്യങ്ങളും റോമൻ സാമ്രാജ്യത്തിന് കീഴ്പ്പെട്ട് അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വാക്യം അത് ക്രിസ്തുവിൻ്റെ ഒരു പാരഡി ചിത്രമായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി തുടർന്ന് 4-ാമത്തെ വാക്യം, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ വ്യാളിയെ ആരാധിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ഇപ്പോൾ വ്യാളിയെ ആരാധിച്ചു. അപ്പം അത് റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ആരാധനയെ, ചക്രവർത്തി ആരാധനയെ സൂചിപ്പിക്കുന്നതാകാം. അപ്പോൾ ഈ ചക്രവർത്തി ആരാധനയും വിഗ്രഹാരാധനയും ഒക്കെ അത് ആത്യന്തികമായിട്ട് അത് വ്യാളിയെ അല്ലെങ്കിൽ പൈശാചി ശക്തിയെ ആരാധിക്കുന്നതാണ് എന്നുകൂടി ഇത് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ വ്യാളിയെ ആരാധിക്കുന്നു പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അന്നുണ്ടായിരുന്ന ആ ചക്രവർത്തി ആരാധന അത് പിശാചിനെ ആരാധിക്കുന്നതാണ് എന്ന് തന്നെ. അപ്പോൾ ആരാധന സമൂഹത്തിന് നൽകുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ആരാധനയിൽ പങ്കുചേരരുത്. നമ്മൾ 2-3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവജനം ആരാധന സമൂഹം ചക്രവർത്തി ആരാധനയിൽ പങ്കുചേരാനായിട്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നു. വ്യാജോപദേശകർ ഇപ്പോൾ ചക്രവർത്തി ആരാധനയിൽ പങ്കുചേരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ വഴിതെറ്റിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ആ സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ യോഹന്നാൻ അവരോട് പറയുന്നു, ചക്രവർത്തി ആരാധനയിൽ പങ്കുചേരുന്നത് പൈശാചിക ആരാധനയിൽ പങ്കുചേരുന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെ മാത്രമാണ്. ഇനി വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നത് അത് ദുർദേവതകളെ, സാത്താനെ ആരാധിക്കുന്നതാണ് എന്ന് പഴയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തനം 32-ാമത്തെ അധ്യായത്തിൽ, നിയമാവർത്തനം 32 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു. അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ. അപ്പോൾ ഈ ദേവതകൾ ഇതൊക്കെ ദുർദേവതകളാണ്, പൈശാചി ശക്തികളാണ് എന്നാണ് അർത്ഥമാക്കുക. ഇനി വിഗ്രഹത്തിന് നൽകുന്ന ആരാധന പിശാചിന് തന്നെയാണ് എന്ന് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ പറയുന്ന ആശയങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്ത് യോഹന്നാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ആ ആരാധന, ചക്രവർത്തി ആരാധന, അത് പൈശാചിക ആരാധനയാണ് എന്ന് ഒന്നുകൂടി പറഞ്ഞ് ദൈവജനത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ടാണ് യോഹന്നാൻ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗം നമ്മൾ 12-ാം അധ്യായത്തിൽ കണ്ടതാണ്. മിഖായേൽ. ആരാണ് ദൈവത്തെ പോലെയുള്ളവൻ? അപ്പോൾ അതിന് ഒരു പാരഡി എന്ന വിധത്തിലായിരിക്കാം ഇവിടെ ഈ ഒരു പ്രയോഗം ഉള്ളത്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എടുത്തിരിക്കുന്ന പ്രയോഗങ്ങളുമാകും. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 15-ാം അധ്യായം 15-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ, കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണ്ണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അപ്പോൾ അതിന് സമാനമായിട്ട് തന്നെ, അല്ലെങ്കിൽ
സങ്കീർത്തനം 35:10, ഏശയ്യ 46:5, ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും, ആരാണ് എനിക്ക് തുല്യൻ. അപ്പോൾ പഴയ നിയമത്തിലുള്ള ഈ പ്രയോഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്. ഇനി ഇതിനും വേറെയും ചില ധ്വനികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ന് റോമൻ ചക്രവർത്തിയേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് മറ്റുള്ള രാജാക്കന്മാർ പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് അഗസ്റ്റസിനേക്കാൾ വലിയവൻ ആരുണ്ട് എന്ന് സാമന്ത രാജാക്കന്മാർ പറഞ്ഞിരുന്നതായിട്ട് അന്നത്തെ ചില രേഖകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മൃഗത്തെപ്പോലെ ആരുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ ആ ഒരു പ്രഖ്യാപനത്തിലേക്കാണ് ചെല്ലുക. അപ്പോൾ ചക്രവർത്തിയെപ്പോലെ ആരുണ്ട്, ചക്രവർത്തിയെപ്പോലെ മഹത്വപൂർണനായ വ്യക്തി ആരുണ്ട് എന്ന് പറയുമ്പോൾ ആ ചക്രവർത്തിയുടെ സ്ഥാനത്ത് ഈ മൃഗത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്രവർത്തി ആരുടെ പ്രതിനിധിയാണ്? ഈ മൃഗത്തിൻ്റെ പൈശാചിക ശക്തികളുടെ പ്രതിനിധി തന്നെയാണ്. ഇനി പോരാടാൻ ആർക്ക് കഴിയും എന്നത് അത് അന്നത്തെ റോമൻ സൈന്യത്തെക്കുറിച്ചുള്ള അന്നത്തെ കാഴ്ചപ്പാടാണ്. കാരണം അന്ന് അവർ പറഞ്ഞിരുന്നു, ഈ റോമൻ സൈന്യത്തോട് പോരാടി അതിനെ ജയിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. പക്ഷേ പോരാടാൻ ആർക്ക് കഴിയുമെന്ന് ഇവിടെ പറഞ്ഞെങ്കിലും പിന്നീട് ഈ ശക്തികളെല്ലാം പരിപൂർണമായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വീണ്ടും അന്നത്തെ ചില രാഷ്ട്രീയ ധ്വനികൾ ഒക്കെ ഈ വാക്യങ്ങളിൽ ഈ വിവരണത്തിൽ ഇവിടെ യോഹന്നാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നു, ഈ റോമൻ ശക്തിയിലെ അധികാരങ്ങളെയൊന്നും നിങ്ങൾ പിഞ്ചൊല്ലേണ്ട കാര്യമില്ല, അവയൊക്കെ തിന്മയുടെ ശക്തികളെയാണ് പിഞ്ചൊല്ലുന്നത് എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. വമ്പും ദൈവദൂഷണവും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു, 42 മാസം പ്രവർത്തിക്കാൻ അതിന് അധികാരവും നൽകപ്പെട്ടു. അപ്പോൾ ദൈവത്തിന് എതിരായിട്ടുള്ള അന്ധകാര ശക്തിയെയാണ് ഇവിടെ അവതരിപ്പിക്കുക. പിന്നെ ഇതിന് വമ്പ് പറയുന്ന ഒരു വായ് നൽകപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇത് വീണ്ടും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ അവിടെ ദാനിയേലിന് കൊടുക്കുന്ന ഒരു വിശേഷണം, ദാനിയേൽ 7:8 വമ്പ് പറയുന്ന വായെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയുന്നതും അവിടെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 മക്കബായർ 9-ാമത്തെ അധ്യായത്തിൽ അന്ത്യോക്കസ് 4-ാമന് കൊടുക്കുന്ന വിശേഷണം. അപ്പോൾ ഇവിടെയൊക്കെ വമ്പ് പറയുന്ന വായ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ള ആ ഒരു പ്രതീകം തന്നെ എടുത്താണ് യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ദൈവദൂഷണം പറയുന്നവനാണ്, അതായത് ദൈവത്തിന് എതിർ നിൽക്കുന്നവനാണ് അവൻ. ഇനി അവന് അവയ്ക്ക് പ്രവർത്തിക്കുവാനായിട്ട് 42 മാസം നൽകപ്പെട്ടിരിക്കുന്നു. 42 മാസം നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും, അല്ലെങ്കിൽ 1260 ദിവസം, അല്ലെങ്കിൽ 3.5 വർഷം. ഇതൊക്കെ ഒരേ കാലയളവ് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇത് സഭ നേരിടുന്ന ഞെരുക്കങ്ങളുടെ കാലഘട്ടമാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടം, പക്ഷേ സഭ ഈ ഞെരുക്കങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഈ 3.5 വർഷം എന്ന് പറയുന്നത് വീണ്ടും അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എടുത്തിരിക്കുന്ന ആ ഒരു പ്രതീകമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അന്ത്യോക്യസ് 4-ാമൻ സിയൂസിൻ്റെ പ്രതിമ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് 3.5 വർഷത്തോളം ആരാധന മുടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ ഒരു പ്രയോഗം. അപ്പോൾ അവിടെ വിശ്വാസ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ മൃഗത്തിൻ്റെ കാലയളവിലും ദൈവജനം പീഡിപ്പിക്കപ്പെടും, സഹനങ്ങളിലൂടെ കടന്നു പോകും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി 6-ാമത്തെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു, അവിടുത്തെ നാമത്തെയും അവിടുത്തെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത്
ദുഷിച്ചു പറഞ്ഞു. അപ്പോൾ ദുഷിച്ചു പറയുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആ തിന്മയുടെ ശക്തികളുടെ കൂടെ നിൽക്കുന്നവരുടെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ എതിരെയാണ്? ദൈവത്തിനെതിരെ ദൂഷണം പറയുന്നു, അവിടുത്തെ നാമത്തെയും അവിടുത്തെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറയുന്നു. അപ്പോൾ നാമം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അവിടുത്തെ നാമത്തെ എന്ന് വെച്ചാൽ ദൈവത്തെ തന്നെ ദുഷിച്ചു പറയുന്നു. അവിടുത്തെ കൂടാരത്തെ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ തന്നെയാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യം അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇടയിൽ സന്നിഹിതമായിരിക്കുന്നത് എവിടെയാണ്? ആരിലാണ്? യേശുവിലാണ്. ഇനി അതുപോലെ തന്നെ സ്വർഗത്തിൽ വസിക്കുന്നവർ, ഈ സ്വർഗത്തിൽ വസിക്കുന്നതെന്ന് പറയുന്നത് ദൈവജനം തന്നെയാണ്. വിശ്വസ്തതാപൂർവ്വം നിലനിന്ന യേശുവിന് സാക്ഷ്യം നൽകിയ ആ ദൈവജനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രയോഗങ്ങൾ വഴിയായിട്ട് ദൈവജനത്തിൻ്റെ ആത്മീയ പ്രപഞ്ചം മുഴുവൻ അർത്ഥമാകുന്നത്. അപ്പോൾ സഭയ്ക്കെതിരെ, ക്രിസ്തുവിനെതിരെ, ദൈവത്തിനെതിരെ ദൂഷണം പറയുന്ന ശക്തിയാണ് നാം ഇവിടെ കാണുക. ഇനി ദൈവനാമം ദുഷിച്ചു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടെ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നാമം സ്വയം സ്വീകരിച്ചു എന്നും അത് അർത്ഥമാക്കുന്നുണ്ടാകാം. നമുക്കറിയാം ഈ ചക്രവർത്തിമാർ തങ്ങൾ ദൈവമാണ് എന്ന് സ്വയം പറയുന്നുണ്ട്. ഇനി ദാനിയേലിലെ അന്ത്യോക്യസ് താലാമനും ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് എന്ന് അവിടുത്തെ കൽപ്പനയുണ്ടല്ലോ. അപ്പോൾ ഈ കൽപ്പനയ്ക്കെതിരായിട്ടാണ് ഇവർ ദൈവനാമം സ്വയം സ്വീകരിക്കുക. ഇനി ഇത് ദൈവത്തിന് നാമം വഹിക്കുന്ന ജനത്തിനെതിരെയുള്ള ദോഷാരോപണങ്ങളും പ്രവൃത്തികളും അർത്ഥമാക്കുന്നുണ്ടാകാം. അപ്പോൾ ദൈവത്തിന് നാമം വഹിക്കുന്ന ആ ദൈവജനം, അപ്പോൾ ദൈവത്തിൻ്റെ പിന്നെ നാം നേരത്തെ കണ്ടു കുഞ്ഞാടിൻ്റെ നാമം നെറ്റിയിൽ വഹിക്കുന്നവർ, ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ വഹിക്കുന്നവർ. അപ്പോൾ ദൈവജനത്തിനെതിരെ ദൈവദൂഷണം പറയുക. ഇനി ഈ ദൈവജനത്തിനെതിരെ ദൂഷണം പറയുന്നതിനെക്കുറിച്ച് നമ്മൾ സഭകൾക്കുള്ള കത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ദോഷാരോപണങ്ങളും ഞാൻ കാണുന്നു എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവജനത്തിനെതിരെയുള്ള ആരോപണങ്ങളും പ്രവൃത്തികളുമൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ ആഹ്ലാദിക്കുന്നത് ഈ സാത്താൻ്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കുന്നവരാണ്. ഓക്കെ, 7-ാമത്തെ വാക്യം നമുക്ക് കാണാം. വിശുദ്ധരോട് പടപൊരുതി അതിനെ കീഴ്പ്പെടുത്താൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടു. ഓരോ ജനത്തിൻ്റെയും ഓരോ ഗോത്രത്തിൻ്റെയും ഭാഷയുടെയും ജനതയുടെയും മേൽ അതിന് അധികാരം നൽകപ്പെട്ടു. അപ്പോൾ വിശുദ്ധരോട് പടപൊരുതി അതിനെ കീഴ്പ്പെടുത്താൻ അനുവാദം നൽകപ്പെട്ടു. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾ വിശുദ്ധരോട്, അതായത് ദൈവജനത്തോട് യുദ്ധം ചെയ്യുന്നു. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിന് അവസാനം കണ്ടു. മണൽത്തിട്ടയിൽ നിൽക്കുന്ന ആ മൃഗം, സ്ത്രീയുടെ സന്താനങ്ങൾ അവശേഷിച്ചവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് നിൽക്കുന്ന ആ മൃഗം. അപ്പോൾ വിശുദ്ധരോട് യുദ്ധം ചെയ്യുവാനായിട്ട് അത് വരുന്നു. പക്ഷേ ആ വിശുദ്ധരെ എന്താ ചെയ്യുന്നത്? തങ്ങളുടെ സാക്ഷ്യം വഴിയായിട്ട് അതിനെ കീഴ്പ്പെടുത്തും. അപ്പോൾ യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടുവെങ്കിലും ഈ വിശുദ്ധർ, യേശുവിനോട് വിശ്വസ്ത പുലർത്തുന്നവർ അതിനൊക്കെ കീഴ്പ്പെടുത്തും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ജനത്തിൻ്റെയും ഓരോ ഗോത്രത്തിൻ്റെയും ഭാഷയുടെയും ജനതയുടെയും മേൽ അവയ്ക്ക് അധികാരം നൽകപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വവ്യാപകമായിട്ടുള്ള അധികാരം ഈ തിന്മയുടെ ശക്തികൾക്കുണ്ട് എന്ന് നാം കാണുന്നു. അപ്പോൾ ഇവിടെ ഈ തിന്മയുടെ ശക്തികളോട്, ഈ മൃഗത്തോടൊക്കെ യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം വരിക്കുന്നവർ, അവരുടെ മരണം ഒരു വിധത്തിൽ ഭൗമികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പരാജയമാണ്. പക്ഷേ ദൈവികമായ കാഴ്ചപ്പാടിൽ അത് വിജയമാണ് എന്ന് നമ്മൾ കാണുന്നു. ഇനി അനുവാദം നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രയോഗം തന്നെയാണ്. ആരാണ് അനുവാദം നൽകുന്നത്? ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം അനുവാദം നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടി ഓർക്കണം, ദൈവം ഈ ദൈവജനത്തിന്, വിശുദ്ധ ജനത്തിന്, ആരാധന സമൂഹത്തിന് അവിടുത്തെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ദൈവം അറിഞ്ഞ്
ആണ് ഇവ നടക്കുന്നത്. മാത്രമല്ല അവിടുന്ന് അനുവദിക്കുന്നിടത്തോളം മാത്രമേ ഈ മതപീഡനങ്ങൾ, സഹനങ്ങൾ സംഭവിക്കൂ എന്നുകൂടി ഇത് അർത്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അനുവാദം നൽകപ്പെട്ടു എന്നുള്ള പ്രയോഗം ഈ വാക്യങ്ങളിൽ 4 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ദൈവം അറിയുന്നുണ്ട്. പക്ഷേ ഈ സഹനങ്ങളിൽ നിങ്ങൾ തളർന്നു വീഴാനായിട്ട് ഇടവരികയില്ല എന്നുകൂടി യോഹന്നാൻ ഇവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സർവ്വവ്യാപകമായിട്ടുള്ള അധികാരം ഈ തിന്മയുടെ ശക്തികൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധരുടെ മേൽ ഇവയ്ക്ക് ശക്തിയൊന്നുമില്ല എന്ന് നാം കാണണം. അപ്പോൾ ക്രിസ്തുവും പ്രധാന എതിരാളിയും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെയൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ എന്നും തലപൊക്കിക്കൊണ്ടിരിക്കുന്ന ആ തിന്മ, വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന തിന്മയുടെ സാമ്രാജ്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന വ്യവസ്ഥിതികളിൽ, സാമ്രാജ്യങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തിന്മയുടെ ആ ശക്തികൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അവയില്ലാത്ത ലോകം തീർച്ചയായിട്ടും അതാണ് സ്വർഗീയ ജെറുസലം. അത് ഈ തിന്മകളെല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് അത് പ്രത്യക്ഷപ്പെടുക. പക്ഷേ ഈ തിന്മയുടെ ആ ശക്തികൾ എന്നും ഉണ്ടെങ്കിൽ പോലും ഇവയ്ക്കെതിരെ പോരാടുവാനായിട്ട് ആരാധന സമൂഹം, ദൈവജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം അവരുടെ കൂടെയുണ്ട്. ഒരിക്കലും അവർ പരാജയപ്പെടുകയില്ല എന്നുകൂടി യോഹന്നാൻ ഈ വിവരണത്തിനിടയ്ക്ക്, ഈ തിന്മയുടെ ശക്തികളെ വിവരിക്കുന്നതിനിടയ്ക്ക് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യത്തിലേക്ക്, 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും അതിനെ ആരാധിക്കും. അപ്പോൾ വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം, അപ്പോൾ ജീവഗ്രന്ഥം, ഇത് നമുക്കറിയാം, ഈ ഓരോ നഗരത്തിലുമൊക്കെ ആളുകളുടെയൊക്കെ പേരുകൾ ചേർത്തിട്ടുള്ള രജിസ്റ്ററൊക്കെ കാണും. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുക. അപ്പോൾ വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരുടെ ആ പേരുകൾ അടങ്ങിയ ഗ്രന്ഥം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞാടിനോട് വിശ്വസ്ത പുലർത്തുന്നവർക്ക് സ്വർഗത്തിൽ അഥവാ പുതിയ ജെറുസലേമിൽ സ്ഥാനമുണ്ടാകും എന്നുകൂടി അർത്ഥമാക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞാടിനോടുകൂടെ ആയിരുന്ന അവിടുത്തെ സാക്ഷ്യത്തോട് വിശ്വസ്ത പുലർത്തുന്നവർ തീർച്ചയായിട്ടും അവർ സ്വർഗത്തിൽ എത്തിച്ചേരും. അപ്പോൾ സർവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, എല്ലാവരും അവിടുത്തെ ആരാധിക്കണം. അപ്പോൾ ഇവിടെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തോന്നാം, അപ്പോൾ പേരെഴുതപ്പെടാത്തവരുണ്ടല്ലോ എന്ന്. അപ്പോൾ അവിടെ നേരത്തെ തന്നെ അവരുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നോ എന്ന സംശയം നമുക്കുണ്ടാകാം. പക്ഷേ ഇവിടെ അർത്ഥമാക്കുന്ന ഒന്നേ ഉള്ളൂ, യേശുവിനോട് വിശ്വസ്ത പുലർത്തുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ തീർച്ചയായിട്ടും സ്വർഗത്തിൽ എത്തിച്ചേരും. അവരുടെ പേരുകൾ ഈ ഗ്രന്ഥത്തിലുണ്ടാകും. അപ്പോൾ ഇത് മുൻകൂട്ടി എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് കാണേണ്ട. അപ്പോൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നവരുടെ പേരുകൾ അത് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ്, അവർ രക്ഷ നേടും എന്നാണ് ഇവിടെ അർത്ഥമാക്കുക. ഇനി ഇവിടെ ഭൂമിയിൽ വസിക്കുന്ന സർവരും ഇവിടെ ആരാധിക്കും. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഭൗമിക ശക്തികളുടെ പിന്നാലെ പോകുന്നവർ. ഇപ്പോൾ ഭൂവാസികളെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഭൂവാസികളെന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ഭൗമിക ശക്തികൾ, തിന്മയുടെ ശക്തികൾ, അല്ലെങ്കിൽ മൃഗം, സർപ്പം എന്നിവയുടെ പിന്നാലെ പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ രാജാരാധനയാണ്, രാജകീയ ആരാധനയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവർ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് തന്നെ ആരാധന ഇവർ അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവർ, അവരുടെ പേരുകളാണ് ജീവഗ്രന്ഥത്തിൽ ഇല്ലാത്തത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പേരെഴുതപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ അവരുടെ പേരുകൾ
അതിൽ നിന്ന് മായ്ക്കപ്പെടുന്നു എന്ന ഒരു സൂചന. അതായത് അത് മരണമാണ് സൂചിപ്പിക്കുക. അതായത് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാതെ നിത്യനാശത്തിലേക്ക് പോകുന്നവർ ആണ് ഈ മരണത്തിന് അർഹരായിട്ട് ഉള്ളവർ. അപ്പോൾ നാശത്തിലേക്ക് പോകുന്നവരുടെ പേരുകൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടെന്ന് അർത്ഥമില്ല. കാരണം സൃഷ്ടാവായ ദൈവം രക്ഷകനാണ്, ദൈവകരുണയാണ് അവിടുത്തെ ഭാവം. അപ്പോൾ ദൈവകരുണ അത് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ദൈവകരുണ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതോട് ചേർത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ഉത്തരവാദിത്വവുമുണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ കൂടെ പോവുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കുഞ്ഞാടിൻ്റെ മാർഗങ്ങളിൽ നിന്നും മാറി ഈ പൈശാചിക ശക്തികളുടെ, തിന്മയുടെ ശക്തികളുടെ പിന്നാലെ പോകുന്നവർ തീർച്ചയായിട്ടും അവർ മരണത്തിലാണ് എത്തിച്ചേരുക, ജീവനിലല്ല. അപ്പോൾ അവരുടെ പേരുകളാണ് ഈ ജീവഗ്രന്ഥത്തിൽ ഇല്ല എന്ന് ഇവിടെ പറയുക. അപ്പോൾ തിന്മയുടെ ശക്തികളുടെ ഈ വിവരണത്തിലൂടെ ആരാധന സമൂഹത്തോട് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ ചുറ്റും കാണുന്ന തിന്മയുടെ ശക്തികൾ, അധികാര സംവിധാനങ്ങൾ, അതൊക്കെ തിന്മയുടെ മൂല്യങ്ങളെ പിഞ്ചില്ലുന്നവരാണ്. അപ്പോൾ അവയുടെ പിന്നാലെ നിങ്ങൾ പോയാൽ തീർച്ചയായിട്ടും ആ ജീവൻ്റെ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയാണെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കും. നമ്മുടെയും പേരുകൾ ആ ജീവൻ്റെ ഗ്രന്ഥത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കാണാം. എല്ലാവർക്കും വണക്കം.